ഇപ്പം ഞാനുള്ളത് ചെങ്ങന്നൂർ വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രത്തിലാണുള്ളത്. അതായത് കല്ലിശ്ശേരിക്കടുത്തുള്ള വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രത്തിൽ. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പ്രവേശിച്ച് അവിടെ വഴിപാടിന് എഴുതിക്കാനുള്ള കൗണ്ടറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് അർച്ചനയ്ക്ക് എഴുതിക്കണം, നൈവേദ്യത്തിന് എഴുതിക്കണം, അതുപോലെ തന്നെ നെയ്വിളക്ക്, ഇതെല്ലാം വേണം. അപ്പം നമ്മൾ കാണുന്നത് നെയ്വിളക്ക് കാണാം, ഇവിടെ കുറേ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ഞാനിപ്പോൾ പോവുകയാണ്. നേരെ നമ്മൾ കാണുന്നത് അതായത് അന്നദാനം ഊട്ടുപുര, അതായത് ഇപ്പുറത്ത് വലതുവശത്ത് കാണുന്നത്, അതായത് ഈ കാണുന്നത് അയ്യപ്പ ക്ഷേത്രമാണ്, അയ്യപ്പൻ്റെ നടയാണ്. ഈ കാണുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം. നേരെ കാണുന്നത് ഈ പറയുന്ന പോലെ യക്ഷിയുടെ നടയാണ്. നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങി മുരുകൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ശ്രീമുരുകൻ്റെ ഒരു നടയുണ്ട്. അതായത് അമ്പലത്തിന് പടിഞ്ഞാറ് വശത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മറുവശത്തേക്കാണ് എൻ്റെ ദർശനം ഇരിക്കുന്നത്. അപ്പം ഈ കാണുന്നത് ഗണപതി നടയാണ്. ആ കാണുന്നത് പിന്നെ എന്താ പറയുക, നമ്മൾ പാചകം ചെയ്യുമല്ലോ, എന്താണ് എൻ്റെ പേര് മറന്നു, അതായത് പായസം അങ്ങനെയുള്ള ക്ഷേത്രത്തിലേക്കുള്ള സംഗതികളൊക്കെ പാചകം ചെയ്യുന്ന, മറന്നുപോയിട്ട് സത്യം പറഞ്ഞാൽ അതറിയാം. അതാണ്ട് ഞാൻ പ്രസാദം വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവിടെ. അപ്പം ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയാണ്. അപ്പോൾ അവിടുത്തെ ഈ നടയിൽ പൂജ ചെയ്യുന്ന തിരുമേനിയാണിത്. അപ്പം എനിക്കുള്ള പ്രസാദം എടുക്കുന്നുണ്ട്. എനിക്ക് തീർത്ഥം തന്നു. അതുപോലെ തന്നെ പിന്നെ ഇനി പ്രസാദം കൂടി. അപ്പോൾ എനിക്കിന്ന് ശരിക്കും ഇന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെള്ളിയാഴ്ച വ്രതം തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ് കുറേ നാളായിട്ട് ഇവിടെ വന്ന് വെള്ളിയാഴ്ച വ്രതം എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. ഒരുപാട് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ക്ഷേത്രം. അതായത് മനസ്സിൻ്റെ സങ്കടങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോകുന്നൊരു ക്ഷേത്രമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. നമുക്ക് ഒത്തിരി സങ്കടം വരുന്ന സമയത്ത് നമ്മുടെ സങ്കടം ദൂരീകരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് തരും. കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്കൊരു ആശ്വാസമായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തോട്ട്, അതായത് പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ശരിക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇതാണ്. ഇതെല്ലാം ഒരു അമ്പലത്തിനകത്ത് വരുന്നതാണ്. അതായത് ഈ ക്ഷേത്രത്തിനകത്ത് വരുന്ന ക്ഷേത്രങ്ങളാണിത്. അപ്പം പടിഞ്ഞാറ്, അതായത് അമ്പലത്തിന് നേരെ, ഈ ക്ഷേത്രത്തിന് നേരെ ദർശന ഭാഗമാണിത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥാണ്, ഇതാണ് പ്രസാദമാണത്, ഭസ്മമാണല്ലോ അവിടെ. നേരെ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കാവ്, സർപ്പക്കാവ്. ഇത് പരമശിവൻ്റെ, അതായത് മഹാദേവൻ്റെ നടയാണ്. നമ്മൾ വീണ്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് വരുവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ അന്നദാനം, അതായത് നൈവേദ്യത്തിന് എഴുതിച്ച പേപ്പറുണ്ട്. അപ്പോൾ ഇത് തിരുമേനിയുടെയൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ എനിക്കുള്ളത് ഇവിടെ പ്രിപ്പയർ ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഈ വ്രതം എടുത്തിട്ട് പട്ടിണി ഇരിക്കണം. അമ്പലത്തിലെ അന്നം വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കണം. അപ്പം പുള്ളി അത് വായിച്ചിട്ട് എനിക്കൂടെ ഉള്ളത് തയ്യാറാക്കുകയാണ് അവിടെ. ഇത് ഗണപതിയുടെ നടയാണ്. ഗണപതി നട ഇതിവിടെ ഒറ്റക്കാലിൽ നിന്ന് വേണം നമ്മളിങ്ങനെ ഇടുക എന്ന് പറയും, അങ്ങനെ പ്രാർത്ഥിക്കാൻ. ഞാനെന്തായാലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിലൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വഴിപാടുകളൊന്നും കഴിക്കാറില്ല. മിക്കവാറും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഇതിലും വലിയ ക്ഷേത്രമുണ്ട്, അതായത് മഹാദേവ ക്ഷേത്രമുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഞാൻ കൂടുതൽ വരുന്നത് ഇവിടെയാണ് വരുന്നത്. എനിക്കിവിടെയാണ് എന്തോ ഒരു, നമ്മൾ പെറ്റമ്മയുടെ അടുത്ത് വരുന്നൊരു ഫീലാണ് ഉണ്ടാവുന്നത്. എന്തോ ഒരു നിർവൃതി, ഒരു അനുഭൂതി, മനസ്സിലെ ഭാരമെല്ലാം ലഘൂകരിച്ച് പോകുന്നൊരു അനുഭവം. അപ്പം ഞാനിങ്ങനെ പോവുകയാണ്. തിരുമേനിയുടെ അതായത് ഈ അന്നത്തിനുള്ള രസീത് എഴുതി കൊടുത്തിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ എന്നെ തിരുമേനി പുറകെ ഇപ്പോൾ വിളിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രതം ഉണ്ടെന്നറിയാം, അതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാനാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ തിരുമേനി എന്നോട് ചോദിച്ചു എങ്ങനെയാണ്, എവിടെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ എവിടെ ഇരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചപ്പം, ഇരിക്കേണ്ട എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഫ്രണ്ടിൽ കസേരയുണ്ട്, അവിടെ ഇരുന്നാൽ മതി. അപ്പം നിലത്തിരുന്ന് വേണം നമ്മൾ ശരിക്കും ഇത് ചെയ്യാനായിട്ട്, ഇപ്പോൾ നാമം ജപിക്കാനായിട്ടേ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. പക്ഷേ എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ സൗകര്യങ്ങൾ കുറവാണെന്ന് വെച്ചാൽ, സൗകര്യം കുറവായതിൻ്റെ കാര്യം, ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ എനിക്കൊരു ഇതില്ല. കാരണം ദേവിയുടെ മന്ത്രം, അതായത് ദേവിയെ നാമം ജപിക്കുന്ന ആയതുകൊണ്ട് ദേവിയുടെ നടയിൽ തന്നെ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് സ്റ്റെപ്പ് കയറി അയ്യപ്പൻ്റെ നടയും കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഈ അമ്പലം ശരിക്കും പറഞ്ഞാൽ പുനർനിർമ്മീകരിക്കണം. അതെന്ന് വെച്ചാൽ പുനരുദ്ധാരണം ചെയ്യണം. ഇങ്ങനെ ആയിരുന്നില്ല ക്ഷേത്രം പണ്ട്. ഇത് പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും നല്ലൊരു ക്ഷേത്രം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കരിങ്കല്ലിൻ്റെ ഒരുപാട് പീസ് ഇത് തെങ്കാശി അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടിറക്കി കരിങ്കൽ പീസുകൾ കലാപരമായിട്ട് നല്ല കട്ട് ചെയ്തെല്ലാം അടുക്കിയെല്ലാം തറയാക്കി വെച്ചിരിക്കുകയാണ്. നോക്കൂ,
അപ്പോൾ പണി തീർന്നു കഴിയുമ്പോൾ അടിപൊളി ഇതാണ് ക്ഷേത്രമാവാം. ആദ്യം നല്ലൊരു ഐശ്വര്യമുള്ളൊരു ക്ഷേത്രമായിരുന്നു, പക്ഷേ ദേവപ്രശ്നം വെച്ച സമയത്ത് അങ്ങനെ പോരാ, അമ്പലം കുറച്ചുകൂടി ഉയർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇത് പൊളിച്ച് പണിയുന്നത്. അപ്പം നോക്കൂ, ശരിക്കും ക്ഷേത്രത്തിൻ്റെ കവാടമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി ക്ഷേത്രത്തിലേക്ക് ഞാൻ തിരിഞ്ഞു വരികയാണ്. അപ്പം ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ശ്രീകോവിൽ ശരിക്കും ക്യാമറ ഫേസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതൊരു ഭയം, എന്തോ ഒരു ഭയം, ഇനി ഒരു പ്രശ്നം വേണം. അപ്പോൾ അതാണ്ട് കസേര ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നാമം ജപിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പം ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാണ്. ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് ഫോണ് ശരിക്കും ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഫേസ് തിരിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ ഇരുന്ന് നാമം ജപിക്കാൻ പോവുകയാണ് ഞാൻ. അപ്പം ഇന്ന് മുതൽ ശരിക്കും വ്രതം സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ദൂരീകരിക്കുമോ? അതായത് നമ്മളെപ്പോഴും ഒടുവിൽ ദൈവത്തെയാണ് ആശ്രയിക്കുന്നില്ലേ? അപ്പോൾ അമ്മയെ നമുക്ക് ആശ്രയിക്കാം. അപ്പോൾ അതായത് അമ്പലത്തിനകത്തേക്ക്, അതായത് ക്ഷേത്രത്തിനകത്ത് പൊളിച്ചിപ്പോൾ ശ്രീകോവിൽ മാത്രമേ അത്യാവശ്യം പണിതിട്ടുള്ളൂ. ബാക്കി ഇതാണ് നെയ്വിളക്കാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ നെയ്വിളക്ക് കത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 4 നെയ്വിളക്ക് കത്തിച്ച്, പ്രാവശ്യം 1 ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ മാസവും 1 നെയ്വിളക്കാണ് കത്തിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഒരു എണ്ണം കണക്കാക്കി, ഒറ്റ എണ്ണം കണക്കാക്കി. ഇതാണ്ട് ശ്രീകോവിലാണ് കാണുന്നത്, വിളക്ക് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു ചൈതന്യമാണ് ക്ഷേത്രത്തിന്. ഇത് വന്ന് നോക്കിയെങ്കിൽ അത് മനസ്സിലാവുള്ളൂ, അല്ലാതെ വല്ലാത്തൊരു നിർവൃതിയാണ്. അപ്പോൾ എന്താണ്ട് നമുക്കുള്ള വഴിപാട് കഴിച്ച ഒരു അർച്ചന പ്രസാദം ഇവിടെയുണ്ട്. അപ്പോൾ അതിന് വാങ്ങിക്കണം. അതിനായിട്ട് ഞാനിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രമാണ്, അതായത് പിന്നെ വെള്ളിയാഴ്ചയാണ് ഇവിടെ കൂടുതൽ ആളുള്ളത്. നല്ല, അതായത് വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ദേവിയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ വരാൻ കാര്യം. അപ്പം ഇത് പണി തീർന്നു കഴിയുമ്പോൾ അടിപൊളി ക്ഷേത്രമാവും കേട്ടോ. അതാണ്ട് വിളക്ക് കാണാൻ നമുക്ക് ശ്രീകോവിൽ കാണിക്കാൻ ഒരു മാർഗ്ഗവുമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് അർച്ചനയും വാങ്ങിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ വീണ്ടും കാണാം. ബായ്. നമനെ.